ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഇന്നൊരു ടെക് വീഡിയോ ഒന്നല്ല, നമ്മളൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ഒന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ എൻ്റെ മുഖത്തേക്ക് അത്യാവശ്യം നല്ല ലൈറ്റ് വരുന്നുണ്ട്, എൻ്റെ മുഖമൊക്കെ നല്ല വെളുത്തതായിട്ട് കാണുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു പിങ്ക് കളറുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്ത ഓഡിയോ ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പലരും പറയുന്നൊരു കാര്യമായിരിക്കും, ചിലരൊക്കെ പറയുന്ന കാര്യമാണ് ഇതിൽ വലിയ ടെക് കണ്ടന്റ് ഒന്നുമില്ലല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇതിൽ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനുള്ള അതുപോലെ വീഡിയോ ഒക്കെ പല പ്ലാറ്റ്ഫോമിൽ വീഡിയോ ചെയ്യുന്നവർക്കെല്ലാം. അപ്പോൾ അതായത് ഇപ്പോൾ ഏകദേശം നല്ലൊരു ചെറിയ ചിലവിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റുഡിയോ സെറ്റപ്പിൻ്റെ പോലെയൊക്കെ നമ്മൾ റൂം ആക്കിയെടുക്കാം. എൻ്റെ ഒരു വലിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും അല്ല, എന്നാലും നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ സെറ്റപ്പൊക്കെ എങ്ങനെ ആക്കിയെടുക്കാമെന്നുള്ള കാര്യങ്ങൾ ചിലർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറയും അതിൻ്റെ എക്യുപ്മെൻറ്റ്സും മൈക്കും എല്ലാ കാര്യങ്ങളും ഞാൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ സെറ്റപ്പ് ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വീഡിയോ ഒന്നും ചിലർക്കൊന്നും ഇഷ്ടമില്ലാതെ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യാൻ പറയും. അപ്പോൾ അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണിത്. ഇവിടെ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ക്യാമറ വെക്കും, ക്യാമറ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യും. സൂം ചെയ്തതിന് ശേഷം ഞാൻ എന്താ ഇതിന് മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കും, കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്, നല്ല പച്ചപ്പുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്. പച്ചപ്പാണോ? ഞാൻ കളർ ഗ്രേഡിങ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ വേറൊരു കളർ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഒറിജിനൽ കളർ. ഇപ്പോൾ കളർ മാറി വന്നാണ്ടില്ലേ. അപ്പോൾ അത് നമ്മൾ കളർ ഗ്രേഡിങ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഈ ഇങ്ങനെ ഒരു കളർ ഗ്രേഡിങ് ഒക്കെ എങ്ങനെ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ സെക്കൻഡ് ചാനലിലാണ് ചെയ്യുന്നത്. ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യാനിരിക്കുന്നുണ്ട്. അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ എല്ലാ ട്യൂട്ടോറിയൽസും ആ ചാനലിൽ കിട്ടും. അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, അവിടെ ഒരു കാർഡ് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ ചാനലിൽ പോകാം. അപ്പോൾ ഏതായാലും നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കണ്ടു. ഇനി നമ്മൾ നമ്മുടെ സ്റ്റുഡിയോ, നമ്മുടെ റൂമിലേക്ക് പോയി നോക്കാം, റൂമിൽ എന്തൊക്കെ സെറ്റ് ചെയ്തതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കുള്ളത് നമ്മുടെ ക്യാമറയാണ്, മെയിൻ ആയിട്ടുള്ള കാര്യം. ഇത് നിക്കോണിൻ്റെ D3400 എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. ഇതിനിപ്പോൾ 24 മെഗാ പിക്സൽ 24 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. പിന്നെ എന്താ ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ഒരു 18-55mm ലെൻസുമാണ് യൂസ് ചെയ്യുന്നത്. വേറെ ലെൻസുകളൊന്നുമില്ല, പ്രൈം ലെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിന് ഞാൻ വാങ്ങിയപ്പോൾ 28,500 രൂപയാണ് വന്നിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വില ഏകദേശം ഒരു 35,000 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വാങ്ങേണ്ടതെന്നേ പറയുള്ളൂ, കാരണം 30,000 രൂപയായി. അതുകൊണ്ട് ഇതേ ഒരു വിലക്ക് ഞാൻ വാങ്ങിയ വിലക്ക് 28,500 രൂപയ്ക്കാണ് ഇതിൻ്റെ D3500 എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങുന്നതാണ് യൂട്യൂബേഴ്സിനാണെങ്കിലും ഫോട്ടോഗ്രാഫിക്കാണെങ്കിലും വീഡിയോഗ്രാഫിക്കാണെങ്കിലും എന്തിനായാലും നല്ലത്. പിന്നെ നമുക്ക് നമ്മുടെ ലൈറ്റിംഗ് സെറ്റപ്പാണ് കാണിക്കാനുള്ളത്. ഇതാണ് ഒരു ലൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു LED ലൈറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്, LED ബൾബ്. ആ ബൾബിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് ഓരോ സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ആ ലൈറ്റിംഗ് മാത്രമേ ഉള്ളൂ, ഓരോ ലൈറ്റിംഗ് സെറ്റപ്പ് നമ്മുടെ മുഖത്തേക്ക് ലൈറ്റ് വരാനായിട്ട് വേറെ വലിയ സെറ്റപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് പോകാം. സ്റ്റുഡിയോ ഇവിടെ കാണുന്ന ഒരു ടേബിൾ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ കുറേ ഞാൻ അൺബോക്സിങ് ചെയ്ത കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇത്ര മാത്രമാണ്, ഈ സംഭവങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രൈപോഡ് നോക്കാം. സിംബെക്സിൻ്റെ 691 എന്ന് പറഞ്ഞൊരു ട്രൈപോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സിംബെക്സിൻ്റെ VCT 691 എന്ന് പറഞ്ഞ ട്രൈപോഡാണിത്. ഇതിന് 2,800 രൂപയാണ് വില. ഞാൻ വാങ്ങിയ സമയത്ത് അതായിരുന്നു വില. ഇപ്പോൾ മാറിയിട്ടുണ്ടോയെന്ന് അറിയില്ല. അതായത് നല്ലൊരു ക്വാളിറ്റിയിലൊരു ട്രൈപോഡാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല ഫ്ലൂയിഡ് ഹെഡ് ട്രൈപോഡാണ്. ഫ്ലൂയിഡ് ഹെഡ് ട്രൈപോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഓരോ ഷോട്ട്സ് ഒക്കെ എടുക്കാൻ കഴിയും. അപ്പോൾ അതിനൊക്കെ നല്ലതാണ്. നമ്മളിപ്പോൾ ചാനലിൽ വരുന്ന ഓരോ റിവ്യൂസൊക്കെ, അങ്ങനത്തെ റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ മൊബൈലിൻ്റെ ഒരു അടിപൊളി ഷോട്ട്സൊക്കെ എടുക്കാൻ ഇത് നല്ലതാണ്. പിന്നെ ഇവിടെ വേറൊരു ട്രൈപോഡ് നിങ്ങൾക്കിപ്പോൾ കാണാം. ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്തതാണ്. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് അന്ന് ഞാൻ മൊബൈലൊക്കെ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തത്, അന്ന് വാങ്ങിയതാണ്. അതിന് ഒരു 1000 രൂപയ്ക്ക് വാങ്ങിയൊരു ട്രൈപോഡാണിത്. ഇത് ഞാൻ നമ്മുടെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ കേട് വന്നു, കാരണം അത് താങ്ങാനുള്ളൊരു ശേഷിയൊന്നും തീരില്ല. അപ്പോൾ ഇവിടെ ഒരു ഭാഗം കേട് വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു മൈക്ക് സ്റ്റാൻഡായിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ടേബിളാണ്. ഇപ്പോൾ ഞാൻ അധികം കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, കാരണം ഇപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങളൊന്നുമില്ല. ടേബിൾ നമുക്ക് കാണുന്നത് നമ്മളൊരു ലാപ്ടോപ്പാണ്, ലെനോവോ IdeaPad 530S. ഇതിൻ്റെ റിവ്യൂ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കാണാൻ കഴിയും. അത്യാവശ്യം നല്ലൊരു ലാപ്ടോപ്പാണ്.
അപ്പോൾ ഈ ലാപ്ടോപ്പിനെ പറ്റി നമുക്ക് കൂടുതൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇതിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളും എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം. പിന്നെ ടേബിളിൽ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് കാണാം. ഈ ലൈറ്റ് ഞാൻ വെറുതെ ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ ഒരു ഞാൻ അൺബോക്സിങ് ചെയ്ത കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഇവിടെ Redmi 2 Prime എന്ന് പറഞ്ഞ ഫോണുണ്ട്. അത് നമ്മൾ അൺബോക്സിങ് ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ 2 ബോക്സ്, 2 Redmi 2 Prime നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ 2 ബോക്സ്. പിന്നെ MI ഉണ്ട്, അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ബോക്സ്. പിന്നെ Lenovo K5 Note എന്ന് പറഞ്ഞ ഫോണ്, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഫോണാണ്. അതിൻ്റെ ബോക്സാണ്. ഫോൺ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫോണ്, Lenovo K5 Note. കണ്ടോ, ഇതിലാണ് ഇപ്പോൾ ഞാൻ നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഇത് അത്യാവശ്യം നല്ല ഫോണാണ്. ഇത് ഞാനിപ്പോൾ ഒരു 3 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 3 വർഷമായി ഇത് ഇറങ്ങിയിട്ട്. അപ്പോൾ 3 വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് എനിക്കുണ്ട്. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ഇതിൻ്റെ അൺബോക്സിങ് ആയിരുന്നു. അപ്പോൾ ഇത് നല്ല ഒരു ഫോണാണ്. ഇതിൽ നമുക്ക് വലിയ ഹാങ്ങും സംഭവങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ വരുമോയെന്ന് അറിയില്ല. പിന്നെ ഉള്ളത് നമുക്ക് Zenfone Lite L1 നമ്മൾ റിവ്യൂ ചെയ്തൊരു ഫോണാണ്. പിന്നെ നമ്മളെ ബോയാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ ബോക്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ മൈക്ക് ഇതാണ് മൈക്ക്. നമ്മളിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിലാണ്. നമ്മളിപ്പോൾ കൂടുതൽ യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്ന ഒരു മൈക്കാണിത്, കോളർ മൈക്കാണ്. ഈ വീഡിയോക്ക് നമ്മളിത് കോളറിൽ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിലും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു ട്രൈപോഡിന് ഇത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. കാരണം അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി കിട്ടും കോളറിൽ വെക്കുന്നതിനേക്കാളും. പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് വേറെ ബോക്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ MI Band 3ൻ്റെ ബോക്സ് ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല. ഇത് നല്ലൊരു ബാൻഡാണ്. സൂപ്പറായിട്ട് നമുക്ക് ടൈം നോക്കാനാണെങ്കിലും ഫിറ്റ്നസിൻ്റെ കാര്യങ്ങൾ നോക്കാനാണെങ്കിലൊക്കെ പറ്റും. 2000 രൂപയാണ് അതിൻ്റെ വില. പിന്നെ ഉള്ളത് നമ്മളെ സാംസങ്ങിൻ്റെ Tab 4 എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടായിരുന്നു, അതിൻ്റെ ബോക്സ് ഉണ്ട്. പിന്നെ Lenovoൻ്റെ 6000+. പിന്നെ നമ്മുടെ ഒരു ഗ്രാഫിക്സ് കാർഡ് നമ്മൾ പണ്ട് യൂസ് ചെയ്തതാണ്, നമ്മുടെ കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യുന്ന സമയത്ത് GT 710 എന്ന് പറഞ്ഞൊരു ബഡ്ജറ്റ് ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്. പിന്നെ നമ്മളെ ക്യാമറയുടെ ബോക്സ്. പിന്നെ അതവിടെ ഒരു നെറ്റ്. ഇതാണ് നമ്മൾ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നെറ്റ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്ത സാധനം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ വൈഫൈ മോഡം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്ന ഒരു മാസത്തിന് 1 GB ഒക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ദിവസത്തിന് പോലും 1 GB തികയണില്ല. പിന്നെ ഇതൊക്കെ തന്നെയാണുള്ളത്. ഇവിടെ കണ്ടോ ഒരു സോഫയൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ കഴിയും. അതൊന്നും അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ ഇവിടെ വേറെ സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ട്രൈപോഡ്, മിനി ട്രൈപോഡാണ്. ഈ ട്രൈപോഡ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാനൊരു മൈക്ക് കണക്ട് ചെയ്ത് ഇവിടെ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്തിരുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ ട്രൈപോഡാണോ, ആ ട്രൈപോഡിൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കും. അങ്ങനെ വെച്ചിട്ട് ഞാൻ വീഡിയോ അങ്ങനെ എടുക്കും. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു മൈക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതാണ് മൈക്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്തതാണ്. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ എന്തിനാണെന്ന് വെച്ചാൽ ഈ ടേബിളിൽ ഒരു വൈറ്റ് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ഈ വൈറ്റ് ക്ലോത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വെച്ചിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ വലിയ ലൈറ്റിംഗ് സെറ്റപ്പ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത്ര ഭയങ്കര നല്ലൊരു സൂപ്പറായിട്ട് വരുന്നില്ല. ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഒക്കെ ഓവർ എക്സ്പോസ്ഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേബിളാണിത്. നമ്മൾ ശരിക്കും ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ചെയ്താൽ സൂപ്പറാവും. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഇത് നമ്മൾ ബൊക്കെ എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ എന്തോ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ല. ഇന്നലെ വരെ വർക്ക് ചെയ്തതാണ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇത് ഞാൻ പണ്ട് ഏറ്റവും ചാനൽ തുടങ്ങിയ സമയത്ത് ജസ്റ്റ് ഒരു DIY ട്രൈപോഡ് ഉണ്ടാക്കാൻ നോക്കിയതാണ്. ഇതിന് 2 കോലുള്ളൂ, 3 കോലുണ്ടായിരുന്നു, അത് ഒടിഞ്ഞു പോയി. ഇതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തൊരു PVC പൈപ്പൊക്കെ യൂസ് ചെയ്തിരുന്നൊരു ട്രൈപോഡ്. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഇത് വെറുതെ ഇവിടെ വെച്ചെന്നുള്ളൂ. വേണമെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. വേറെ വലിയ സംഭവങ്ങളൊന്നും നമ്മുടെ സ്റ്റുഡിയോയിലില്ല. ആകെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ലാപ്ടോപ്പാണ്. പിന്നെ നമ്മുടെ ക്യാമറയാണ്. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇതിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളില്ല. അപ്പോൾ ഇത്ര കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റും. ഇതൊരു സ്ട്രിപ്പ് ലൈറ്റാണ്. ഇതൊരു പിങ്ക് കളറിലെ സ്ട്രിപ്പ് ലൈറ്റാണ്. ഇത് കളറൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു നമ്മൾ ആദ്യം വാങ്ങിയത്. പക്ഷേ ഇപ്പോൾ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ആദ്യം വാങ്ങിയതിൻ്റെ റിമോട്ടാണിത്. ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇതിൽ ഇങ്ങനെ ഓരോ സ്വിച്ചൊക്കെ നെക്കിയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഓൺ ഓഫ് ആക്കാനും ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനൊക്കെ കഴിയും. പക്ഷേ ഇതിലങ്ങനെ കഴിയില്ല. ഇത് സാധാരണ ഒരു 250 രൂപയുടെ ആണ്. ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു 300 രൂപയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും. ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു റൂം ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കാൻ വേണ്ടി നമുക്ക് ആകെ ചിലവായത് ഈ നമ്മുടെ ക്യാമറ, ട്രൈപോഡ്, ലാപ്ടോപ്പ്, ഇത് 3ഉം ഒഴിച്ചുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്താൽ 250 രൂപ മാത്രമേ നമുക്ക് ചിലവായിട്ടുള്ളൂ. അതും ആ ലൈറ്റ് സ്ട്രിപ്പിൻ്റെ വില മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനും നമ്മൾ പ്രത്യേകിച്ച് ചിലവാക്കിയിട്ടില്ല. ഓരോ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ ഓരോ ടേബിളൊക്കെ കുറേ നിരത്തി വെച്ചു എന്നുള്ളൂ. അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയാണുള്ളത്. ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത്. വലിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂട്യൂബർ ആണെങ്കിൽ ഏകദേശം ഇത്ര ഒരു 250 രൂപ ചിലവാക്കിയ നല്ലൊരു ലൈറ്റ് സ്ട്രിപ്പൊക്കെ വെച്ചിട്ട് സൂപ്പറാക്കാൻ കഴിയും.
അപ്പോൾ സ്റ്റുഡിയോ എത്ര ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ എഡിറ്റിംഗ് സെറ്റപ്പ് നോക്കാം. എഡിറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറും ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എഡിറ്റിംഗ് സെറ്റപ്പ്. ഇതിലാതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സെബ്രോണിക്സിൻ്റെ ഒരു സാധാരണ ഒരു കീബോർഡാണ്, ഒരു വില കുറഞ്ഞ കീബോർഡാണ്. പിന്നെ ഉള്ളത് ഒരു ഗെയിമിംഗ് മൗസാണ്. ഈ മൗസ് എന്ന് പറയുന്നത് ഒരു ട്രൂ കേസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഗെയിമിംഗ് മൗസാണ്. ഇതൊരു 3000 DPI വരെ നമുക്കിതിൽ DPI അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല കുറേ ഷോർട്ട് കട്ട്സും ഇതിൽ കുറേ ഷോർട്ട് കട്ട്സിൽ കുറേ ബട്ടൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു മൗസാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്റ്റീൽ സീരീസിൻ്റെ സിംസ് 4 എന്ന് പറഞ്ഞ ഒരു ഗെയിമിംഗ് ഹെഡ്സെറ്റാണ്. ഇത് നമുക്ക് വോയിസ് ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഓഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആൻഡ് അത്രയുള്ള നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ. പിന്നെയുള്ളത് നമ്മുടെ ലാപ്ടോപ്പാണ്. അപ്പോൾ ലാപ്ടോപ്പിലേക്ക് പോകാം. ലാപ്ടോപ്പിൽ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണുള്ളത്, ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷൻസ് അതായിട്ട് പറയുമ്പോൾ i5 8th ജനറേഷൻ്റെ U സീരീസ് പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ MX 150 എന്ന് പറഞ്ഞൊരു ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്. 512 GB SSD ഉണ്ട്. പിന്നെ 8 GB RAM ഉണ്ട്. ഇത്രയാണ് സ്പെസിഫിക്കേഷൻസ്. ഇനി നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ നോക്കാം. അതുമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അഡോബിൻ്റെ പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ്. ഇത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ലെവലിലുള്ളവർ മുതൽ സിനിമ എഡിറ്റ് ചെയ്യുന്നവരെ വരെ യൂസ് ചെയ്യാറുള്ള സോഫ്റ്റ്വെയറാണിത്. ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ, കാരണം ഇത് ബേസിക്സ് പഠിക്കാൻ വലിയ പണിയൊന്നുമില്ല. സിനിമ എഡിറ്റ് ചെയ്യുന്നവരെ ചെയ്യുന്നത് വേറെ ഉപയോഗിക്കാനുള്ള കാരണം പറഞ്ഞത് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാവുന്നതാണ്. നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഷാവുൽ അമീൻ എന്ന് പറഞ്ഞത് എൻ്റെ പേരിൽ തന്നെയുള്ള ഒരു ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമ്മൾ വേറെ സോഫ്റ്റ്വെയർ കൂടെ ഉപയോഗിക്കാറാണ്, ഡാവിഞ്ചി റിസോൾവ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. അതിൽ നമ്മൾ കളർ ഗ്രേഡിങ് ചെയ്യാനായിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പ്രീമിയറിലും ചെയ്യാം, എന്നാൽ റിസോൾവിൽ കുറച്ചുകൂടെ നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയും. അത് നമ്മൾ യൂട്യൂബിന് വേണ്ടി യൂസ് ചെയ്യാറില്ല, വേറെ വർക്ക് വരുന്ന സമയത്ത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെയുള്ള സോഫ്റ്റ്വെയർ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ് അഡോബിൻ്റെ തന്നെ. ഇത് നമ്മുടെ ഇൻട്രോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് വെച്ചാണ്. അതേപോലെ തന്നെ കുറേ ചില ആനിമേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓഡീഷൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ്. അഡോബിൻ്റെ തന്നെ ഓഡീഷൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ്. നമുക്ക് നല്ല പ്രൊഫഷണൽ ലെവലിൽ ഓഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇതിൽ കഴിയും. പിന്നെ നമുക്ക് അത്ര പ്രൊഫഷണൽ ലെവലൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഡാസിറ്റി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്, കൂടുതൽ പേര് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഒഡാസിറ്റി. പിന്നെ നമ്മൾ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാനായിട്ട് നമുക്ക് Camtasia 9 എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ OBS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ലൈവിനായിട്ടൊക്കെ ഉപയോഗിക്കും. പിന്നുള്ളത് അവസാനമായിട്ടുള്ളത് നമുക്ക് ഫോട്ടോഷോപ്പാണ്, അഡോബ് ഫോട്ടോഷോപ്പ്. അത് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. നമ്മുടെ വീഡിയോക്കൊക്കെ നമ്മൾ കാര്യമായിട്ട് മൊബൈൽ തന്നെ പിക്സൽ ലാബിൽ ആണ് എഡിറ്റ് ചെയ്യാറുള്ളത്, തംബ്നെയിലൊക്കെ ഉണ്ടാക്കാനായിട്ട്. ചില സമയത്തൊക്കെ നമ്മൾ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണുള്ളത്, ഇത്ര സോഫ്റ്റ്വെയർസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.